ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചതിന് അമ്മേനോട് നന്ദി പറയുന്നു. 2022 ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എനിക്ക് കൃപാസനത്തെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത്. എൻ്റെ പേര് സ്റ്റെഫി തങ്കച്ചൻ. ഞാൻ ആലുവയിൽ നിന്നാണ് വന്നത്. എൻ്റെ ഇടവക സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് പെരിയാർമുഖം. ഞാൻ BHMS ഗ്രാജുവേറ്റ് ആണ്. 2023 ഞങ്ങളുടെ തേർഡ് ഇയറിൻ്റെ എക്സാം നടന്നത് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിലെനിക്കൊരു പേപ്പർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ സപ്ലിമെൻ്ററി എക്സാമിന് അപ്ലൈ ചെയ്ത് എക്സാം എഴുതി. അതെനിക്ക് റെഗുലറായിട്ട് എഴുതിയ എക്സാമിന് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് എഴുതി, ഞാൻ പാസ്സാവുമെന്ന് ഞാൻ തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. ഒരു എളിമ കുറഞ്ഞ് ഞാൻ കൂടുതലും എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിക്കായിരുന്നു എൻ്റെ ചിന്ത മൊത്തം. പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ അതിൽ കൂടുതൽ ഞാൻ നന്നായിട്ട് എഴുതി, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് റിസൾട്ട് വന്നു. എനിക്ക് മാർക്ക് കുറവായിരുന്നു. വീണ്ടും എൻ്റെ പേപ്പർ എനിക്ക് കിട്ടിയില്ല. ആ സബ്ജക്റ്റ് ഞാൻ വീണ്ടും ഫെയിലായിപ്പോയി. എന്നിട്ട് ഞാൻ വീണ്ടും അടുത്ത സപ്ലിമെൻ്ററി എക്സാമിന് അപ്ലൈ ചെയ്തു. അപ്പോഴത്തേനും ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫൈനൽ ഇയർ 4th ഇയറിൻ്റെ എക്സാം എഴുതണമെങ്കിൽ ഈ പേപ്പർ ക്ലിയർ ആണ്. അപ്പോൾ എനിക്ക് ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായത്, എൻ്റെ സ്വന്തം ബാച്ചിൻ്റെ കൂടെ എക്സാം എഴുതി അവരുടെ കൂടെ തന്നെ എൻ്റെ ഗ്രാജുവേഷൻ നടക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അമ്മേനോട് വീണ്ടും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബൈബിൾ പഠിക്കാൻ ഭയങ്കര പാടാണ്. ഒരുപാട് സമയം വേണമെങ്കിലും സമയം കണ്ടെത്തി ഞാൻ ബൈബിളെല്ലാം കൃത്യമായിട്ട് വായിക്കുമായിരുന്നു. അങ്ങനെ എക്സാം ആയി. എനിക്കൊന്നും ഓർമ്മയില്ല. കുറേ പഠിച്ചു, പക്ഷെ ഒന്നും ഓർമ്മയില്ല. ഉടമ്പടി കാശ് രൂപം ഇട്ടുകൊണ്ടും പോയി. പിന്നെ തൈലം വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാമിന് പോയപ്പോഴും തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അമ്മയുടെ ഉപ്പും കൊണ്ടുപോയിട്ട് എക്സാം ഹാളിൽ മേശയിൽ വെതറിയിട്ടാണ് എക്സാം എഴുതിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എനിക്കൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എക്സാം എഴുതിയ എല്ലാവരും പറഞ്ഞു പാടാന്ന്, പക്ഷേ ഞാൻ നന്നായിട്ട് പഠിച്ചു. അവരെക്കാളും ഞാൻ ഓൾറെഡി 2 എക്സാം എഴുതിയത്. എന്നാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒട്ടും പറ്റണേ ഉണ്ടായില്ല. എക്സാം അറ്റൻഡ് ചെയ്ത സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, ഉടമ്പടി കാശ് രൂപം വെച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത് മൊത്തം. അങ്ങനെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും പാസ്സാവില്ല, 100% ഉറപ്പ്. ഞാനൊന്നും എഴുതിയിട്ടില്ല. ഞങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ വാലുവേഷൻ കഴിയുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ മീറ്റിംഗ് നടന്ന് 2-3 ദിവസത്തിനുള്ളിലായിരിക്കും ഞങ്ങളുടെ റിസൾട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ കോളേജ് ഗ്രൂപ്പിൽ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ റിസൾട്ട് വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. എന്തോ ദൈവകൃപ കൊണ്ട് ഞാൻ ഈ മെസ്സേജുകളൊന്നും കണ്ടില്ല. അങ്ങനെ റിസൾട്ട് വന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അന്നായിരുന്നു റിസൾട്ട് വരണ്ടേന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ബൈബിൾ അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ 2 ഫ്രണ്ട്സാണ്, ഞാൻ ഒരിക്കലും റിസൾട്ട് നോക്കാറില്ല, ഭയങ്കര പേടിയായതുകൊണ്ട്. ഫ്രണ്ട്സാണ് നോക്കിയത്. അവർ പറഞ്ഞു നീ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് തന്നെ ഓടിപ്പോയി പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, 0 മെറിറ്റ് ആയിരുന്നു എനിക്ക്. പക്ഷേ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത്. അങ്ങനെ എനിക്ക് എൻ്റെ സ്വന്തം ബാച്ചിൻ്റെ കൂടെ ഫൈനൽ ഇയർ എക്സാം എഴുതാനും പറ്റി. എൻ്റെ ഗ്രാജുവേഷൻ നടന്നു. അതിൽ പിന്നെ എൻ്റെ വിശ്വാസം കൂടുതൽ വളർന്നു. എളിമപ്പെട്ട് ജീവിക്കാനായിട്ട് ഞാൻ പഠിച്ചു. അതിൽ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനാണെങ്കിലും ബൈബിൾ വായിക്കാനാണെങ്കിലും എവിടെയെങ്കിലും പോണതിന് മുന്നേ ആണെങ്കിൽ പോലും ബൈബിൾ വായിക്കാണ്ട് ഞാൻ ഇറങ്ങില്ല. അങ്ങനെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇപ്പോഴും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വിശ്വാസ ജീവിതം നന്നായിട്ട് വളർന്നു. ഈശോനോടുള്ള സ്നേഹം, അമ്മേനോടുള്ള സ്നേഹം, അമ്മയുടെ കരുതലും ഈശോൻ്റെ കരുതലും എല്ലാം എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടേ ഇരിക്കും. മറ്റുള്ളവർ പറയാൻ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അമ്മയും ഈശോയൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കണത്. എൻ്റെ കോളേജ് ട്രിവാൻഡ്രത്താണ്. ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, സിസ്റ്റേഴ്സ് നടത്തണേ. അവിടെ പോയി അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പത്രം വിതരണം ചെയ്യും. ബസ് സ്റ്റോപ്പിലും പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ട് വിതരണം ചെയ്യും. ഇടവകയിലുള്ളവർക്കൊക്കെ കൊടുക്കും. എനിക്ക് ഇത്രയും കൃപ നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാൻ, തുടർന്നും ഈ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാനാണ് എൻ്റെ വലിയ ആഗ്രഹം. 26-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട്, അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. സ്റ്റെഫി എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവച്ചത്. തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈ മകളെ ഈശോ ഒരു ഡോക്ടറായി ഉയർത്തിയ ഒരു വലിയ സാക്ഷ്യമാണിത്. എത്ര തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ ബാച്ചിനോടൊപ്പം
പാസ് ഔട്ടാകാനായിട്ട് ഈശോ കൃപ നൽകിയ ഒരു വലിയ ജീവിതാനുഭവത്തിൻ്റെ നന്ദി പറച്ചിലാണ് ഈ സാക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്ര തന്നെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നിട്ടും തൻ്റെ റിസൾട്ടൊന്ന് തുറന്നു നോക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഇന്നീ മകൾക്ക് അൾത്താരയിൽ കയറി നിന്ന് ഞാൻ പാസ്സായി, ഞാനൊരു ഡോക്ടറായി എന്ന് പറയാനുള്ള ഒരു വലിയ ധൈര്യം ഈശോ നൽകിയിരിക്കുന്നത്. സ്റ്റെഫി തന്നെ എവിടെ ഏറ്റു പറയുന്നുണ്ടായി, എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്നെനിക്ക് മനസ്സിലായി, എല്ലാം കൃപയിലാണ് എൻ്റെ ഉടമ്പടി ഞാൻ ജീവിച്ചെടുത്തത് എന്ന് സ്റ്റെഫിക്ക് ഏറ്റു പറയാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവകുമാരനെ പിറക്കുവാനുള്ള ഒരു വലിയ വാഗ്ദാന പേടകമായി പരിശുദ്ധ അമ്മ മാറിയത്. ആ വാഗ്ദാന പേടകത്തെയാണ് നാം എല്ലാവരും ചുമന്നുകൊണ്ട് 3 മാസക്കാലത്തെ നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ കാരുണ്യ പ്രവൃത്തികളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ ലഭിച്ച ശേഷം പരിശുദ്ധ അമ്മ ഒളിച്ചിരിക്കുകയല്ല ചെയ്തത്. പരിശുദ്ധ അമ്മ ഓടി എലിസബത്തിനെ സഹായിക്കുവാനായി ചെയ്യുകയായിരുന്നു. ആ 3 മാസക്കാലത്തെ 90 ദിവസത്തെ ഉടമ്പടി ജീവിതമാണ് നാം കത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു ഉടമ്പടി ജീവിതമെന്ന് സ്റ്റെഫിക്ക് മനസ്സിലായത്. ഈശോയെ ലഭിച്ചു കഴിയുമ്പോൾ എനിക്ക് ഐഡലായി ഇരിക്കാൻ സാധിക്കുകയില്ല. ഞാനൊരു ഡോക്ടറാകുമ്പോൾ ഈശോ സ്പർശിച്ചതുപോലെ മറ്റുള്ളവരെ സ്പർശിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ എനിക്കുണ്ട് എന്നെല്ലാം സ്റ്റെഫി മനസ്സിലാക്കിയെടുത്തത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ഇനിയുള്ള സാധ്യതകൾ ഏറെയാണ്, കാരണം ഞാൻ ഉടമ്പടിയിലാണ് എന്ന വലിയൊരു ഉറപ്പ് ഈ മകൾക്കുണ്ട്. നമ്മുടെ പഠനത്തിലെല്ലാം വളരെ പിന്നോക്കമായി നിൽക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ തന്നെ എത്ര തന്നെ അധ്വാനിച്ചിട്ടും നല്ല ഒരു റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, വളരെ മോശമായി വളരെ വേദനിച്ച് കഴിയുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈശോയുടെ സ്പർശനം ലഭിക്കാനായി നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പാടിയതുപോലെ വലിയ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ പാടിയത് ആ വാഗ്ദാന പേടകം ഏറ്റെടുക്കാനുള്ള, ഈശോയെ ഏറ്റെടുക്കാനുള്ള വലിയ നല്ല മനസ്സ് കാണിച്ച് എളിമപ്പെടാനുള്ള മനസ്സ് കാണിച്ചപ്പോഴാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ അനുകരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈശോയെ ഏറ്റുവാങ്ങുവാനും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും മാംസം ധരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്റ്റെഫിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.